നമ്മളിതാ ഇവിടെ ഏകതാ നഗർ സ്റ്റേഷനിലെത്തി. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ കാണുന്ന നർമ്മദ നദിയാണ്. അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി അല്ലട്ടോ സ്ലീപ്പർ കോച്ചിന്റെ ബെർത്ത് തുടച്ചപ്പോൾ കിട്ടിയതാ. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. ഹലോ, അതുപോലെ തന്നെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് വഡോദരയിലാണ്, ഗുജറാത്തിലെ വഡോദരയിലാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ സമയം രാവിലെ 5:30 നമുക്ക് ഇവിടുന്ന് 5:45 ഒരു ട്രെയിൻ ഉണ്ട്. അതെടുത്തിട്ട് നമ്മളൊരു 7:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, അവിടെ ആ സ്റ്റാച്യു മാത്രമല്ല അതിനോട് ചേർന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ അതൊക്കെ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഫുൾ ഡേ നമ്മൾ അവിടെ ചിലവഴിക്കാൻ മാത്രം കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ആ ഡാമിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യും. ഞാൻ എണീറ്റപ്പം ഒരു 10 മിനിറ്റ് ലേറ്റായിപ്പോയി. ഇപ്പോൾ അത് 5:30 അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിത് ഇപ്പോൾ ഉള്ളത് ഇവിടെ വഡോദരയിലുള്ള IRCTC, അതായത് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമിലാണ്. നിങ്ങൾ തന്നെ നോക്ക്, എന്ത് മനോഹരമായ റിട്ടയറിംഗ് റൂമാണെന്ന്. നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള സൗകര്യവും കെറ്റിലും ഒക്കെ ഉണ്ട്. ഞാനിതാ ഒരു ചായ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം. ചായയും കുടിച്ചിട്ട് ഏകദേശം സമയമായി. നമ്മളിവിടുന്ന് ഇപ്പോൾ ട്രെയിൻ കയറി 5:50 ആകുമ്പം ഈ ട്രെയിൻ ഇവിടുന്ന് എടുക്കും. നമ്മളൊരു 7:30 ആകുമ്പം അവിടെ എത്തും. 7:30 അവിടെ ഓപ്പണിങ്. അപ്പോൾ നമ്മൾ അവിടുന്ന് അവിടെ ബസ്സും ഇതൊക്കെ കിട്ടും അവിടത്തേക്ക്. നമ്മൾ ഏകതാ നഗർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലോട്ട് പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും. നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ തന്നെ 5:45 ട്രെയിൻ ഇപ്പോൾ ഒരു 5:50 അല്ലെങ്കിൽ 55 ആ ടൈമിന് എടുക്കുന്നുണ്ടാവും. ഞാൻ പെട്ടെന്ന് ട്രെയിൻ കിട്ടുമെന്ന് വിചാരിച്ച് വേഗം ഇങ്ങോട്ട് വന്നു. നമ്മളെ ട്രെയിനെ ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ സമയം 5:50 കഴിഞ്ഞു, 5:55 ഇപ്പോൾ എടുക്കുമായിരിക്കും. അവിടെ കിടക്കുന്നതേ പൂനെന്ന് അഹമ്മദാബാദ് വരെ പോകുന്ന എക്സ്പ്രസ്. അപ്പോൾ അഹമ്മദാബാദ് എന്നത് തിരിച്ച് വരികയാണെന്ന് തോന്നുന്നു, തിരിച്ച് പൂനെക്ക് പോകാമെന്ന് തോന്നുന്നു ആയിരിക്കും. അതാണ് കിടക്കുന്നത്. ഇവിടെയാണ് 3ാമത്തെ പ്ലാറ്റ്ഫോം വരുന്നത്. അവിടെ ഒരു പാസഞ്ചർ കിടക്കുന്നുണ്ട്. രാവിലെ ഈ സമയത്ത് നല്ല തിരക്കാ. ട്രെയിൻ എടുത്തിട്ടില്ല, 6 മണിയാവും തോന്നുന്നു. ഒരു ചായ കുടിച്ചാലോ രാവിലെ തന്നെ. നമ്മുടെ ട്രെയിനെ ഇതുവരെ എടുത്തിട്ടില്ല. ഞാനിത് അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ചു. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടേ അത് പെട്ടെന്ന് ഇറങ്ങിയോണ്ട് കുറച്ചേ കുടിച്ചുള്ളൂ. ഇതാ നമ്മുടെ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഇൻഡോർ മുംബൈ സെൻട്രൽ, പിന്നെ ദാദർന്ന് ഏകതാ നഗർ. ഇത് 2 ട്രെയിനായിട്ട് ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. റേക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ പിന്നെ കോച്ചുകൾ ഉപയോഗിച്ചിട്ട് ഇൻഡോർ മുംബൈ സെൻട്രൽ വണ്ടിയായിട്ടും ദാദർ ഏകതാ നഗർ വണ്ടിയായിട്ടും ഇങ്ങനെ 2 വണ്ടിയായിട്ട് ഇത് ഓടുന്നുണ്ട്. S3 5:55 ഇപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് എടുക്കുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് പൂനെന്ന് അഹമ്മദാബാദിലോട്ടുള്ളൊരു വണ്ടി. ഇത് പഴയ ICF കോച്ചാണ്. ഈ നമ്മൾ മഞ്ഞ നിറത്ത് കാണുന്നില്ല, ഇതാണ് ICF കോച്ചാണ്. നമ്മളിപ്പോൾ ഉള്ള ട്രെയിനുകൾ LHB ആണ്. LHB എന്ന് വെച്ചാൽ അത് പുതിയൊരു ടെക്നോളജിയാണ്. അതിൻ്റെ പ്രത്യേകത, വല്ല ആക്സിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിന് സാധാരണ ആക്സിഡൻ്റ് ആകുമ്പോൾ ഇങ്ങനെ മുകളിൽ കയറി പോകുന്നത് കാണാറില്ലേ? അങ്ങനെ കയറി പോകില്ല. ICF കോച്ചുകളാണെങ്കിൽ അങ്ങനെ കയറി പോകും. നമ്മളിപ്പോൾ ഉള്ള ഇത്തരത്തിലുള്ള റെഡ് കളറുള്ള LHB കോച്ചുകൾ തെന്നി മാറും. അപ്പോൾ അപകടം കുറയും. അപ്പോൾ അതൊരു പുതിയ ടെക്നോളജിയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുപോകുന്നത്. എല്ലാ ട്രെയിനുകളും അതാക്കണം. ആയി വരുന്നുണ്ട് മെല്ലെ മെല്ലെ. എല്ലാവരും നല്ല ഉറക്കാം. അപ്പോൾ ഞാനൊരു ചായ വാങ്ങിച്ചിട്ട് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും 7:30 ആകുമ്പോൾ നമ്മളവിടെ എത്തും. നമുക്ക് ലേറ്റ് ഒന്നുമല്ല, നമ്മൾ നേരത്തെ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഇവിടെ ഒരു മധുരം എല്ലാത്തിനും ഓവറാ, നല്ല മധുരമുണ്ട്. സമയം ഇപ്പം 6:15. നമുക്കിതുവരെ ഏതോ ഒരു ട്രെയിനിന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ അല്ല, അതാ വണ്ടിക്കാ, പൂനെ അഹമ്മദാബാദ്. ഇവിടെ കണ്ടോ, 6:15 നിങ്ങൾക്ക് ആ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ വെളിച്ചം വരേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഗുജറാത്ത് ഇങ്ങേ അറ്റത്തായതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടേ ഇവിടെ വെളിച്ചം വരുള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടേ ഇവിടെ ഇരുടാവുള്ളൂ വൈകുന്നേരം. UP നേരത്തെയാണ്. കാരണം 2ൻ്റെയും പൊസിഷൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. UP കുറച്ചുകൂടി കിഴക്ക് ഭാഗത്തോട്ടാണ്, നമ്മുടെ ഗുജറാത്ത് കുറച്ചുകൂടെ പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ്. ആ ട്രെയിൻ പോയി.
നമ്മൾ 6:15 നമ്മൾ എടുത്തില്ല, 5:50 പോകേണ്ടതാ. ഇത് കണ്ടോ, ഇത് നിലം തുടച്ചപ്പോൾ കിട്ടിയതല്ല കേട്ടോ, സ്ലീപ്പർ കോച്ചിൻ്റെ ബെർത്ത് തുടച്ചപ്പോൾ കിട്ടിയതാ. എന്താണ്, ഒന്ന് തുടയ്ക്കുന്നു പോലുമില്ല അവർ. ഇതാണ് അവസ്ഥ. ഇത്രയും മണ്ണ് ജസ്റ്റ് ഒന്ന് തുടച്ചതാ, ഇപ്പം കിട്ടിയതാ. എന്ത് ചെയ്യാനാ. അങ്ങനെ ഇത് 6:20 നമ്മൾ ട്രെയിൻ എടുത്തു. Vadodara, Bangalore Road, Superfast Express, Weekly. അവിടെയാ കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് അതേതോ പാസഞ്ചർ ട്രെയിനാണെന്ന്. അല്ല കേട്ടോ, അത് വഡോദരയിൽ നിന്ന് ദഹാനൂർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ട് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാ. ഒരു ലോക്കോമോട്ടീവ് വരുന്നത് വാബ് 7 വഡോദര ഷെഡിൻ്റെ തന്നെ വാബ് 7 കണ്ടോ. അതാണ് ഏത് ഷെഡിൻ്റെ ആണെന്ന് മനസ്സിലാവും, അതിൽ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ വഡോദര കണ്ടോ, വാബ് 7 എഴുതി വെച്ചുണ്ടോ. അല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ W എന്ന് വെച്ചാൽ ഇത് ബ്രോഡ് ഗേജ് ആണെന്ന് കാണിക്കുന്നതാണ്. A എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. P എന്ന് പറയുന്നത് പാസഞ്ചർ ലോക്കോമോട്ടീവ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഈ മുകളിൽ കാണുന്നത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കാണ്. അതിൻ്റെ പണികൾ വളരെ വേഗത്തിലാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ ഇന്നലെ വന്നത് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ്. ശരിക്കും സൂറത്ത് ഇറങ്ങിയിട്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരുന്നത്, ഏകതാ നഗർ എന്ന് പറയുന്ന സ്റ്റേഷൻ വരുന്നത്. പിന്നെ നമുക്ക് താമസിക്കാനുള്ളൊക്കെ സൗകര്യം കുറച്ചുകൂടെ ഉള്ളത് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെ ഗുജറാത്തിലോട്ട് ഈസി ആയിട്ട് വരാം, എങ്ങനെ വഡോദര എത്താം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 6:30 ആയിട്ടും ഇവിടെ എത്രത്തോളം ഒന്നും വെളിച്ചം വന്നിട്ടില്ല. ഇവിടെ ഒക്കെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ തൂണുകളായി കാണുന്ന മുഴുവൻ. അതിൻ്റെ ഫസ്റ്റ് സ്ട്രെച്ചിൻ്റെ ഉദ്ഘാടനം ഇപ്പം അടുത്തെങ്ങാനുണ്ട്, എൻ്റെ ന്യൂസ് കണ്ടിരുന്നു. നമ്മളൊരിക്കലും എന്തായാലും അതിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രാക്കില്ലേ, ഇത് സത്യത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രമായിട്ട് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രാക്കാണിത്. ഇത് 2018 ഡിസംബർ 15 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് ഈ ഒരു ട്രാക്കിന് തറക്കല്ലിടുന്നത്. പിന്നീട് 2021 ജനുവരി 17 നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ട്രാക്ക് വരുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്, നമ്മളീ പോകുന്ന ഏകതാ നഗർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനില്ലേ, ആ ഒരു സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഏകതാ നഗർ എന്ന് പറയുന്ന സ്റ്റേഷനൊക്കെ ഇവിടെ ഗുജറാത്തിൽ നർമ്മദ ജില്ലയിൽ കെവാഡിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വരുന്നത്. ഈ കെവാഡിയ എന്ന് പറയുന്ന സ്ഥലം വളരെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജാണ്. ഒരു വികസനം എത്താത്ത, അവിടുത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും ഈ ഒരു റെയിൽവേ സ്റ്റേഷനും സൗകര്യങ്ങളൊക്കെ വന്ന ശേഷമാണ് ലോകം ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്. ശരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഈ വളരെ റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജ് മാറിയതും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതൊക്കെ സത്യത്തിൽ ഈ ഒരു പ്രതിമ അവിടെ വന്ന ശേഷമാണ്. നമ്മളിപ്പം വഡോദര സ്റ്റേഷനിൽ കുറച്ച് മുന്നോട്ടായിട്ടേ എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ അവിടെയായിട്ട് കാണുന്ന റോഡ് കണ്ടോ, അതും ഏകതാ നഗറിലോട്ട് പോകുന്ന റോഡാണ്, എക്സ്പ്രസ് ഹൈവേ ആണ്. ആ ഒരു റോഡിനാണ് നമ്മൾ റോഡ് മാർഗ്ഗമാണ് നമ്മൾ ആ സ്റ്റാച്യു കാണാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഈ കടന്നുപോയ ആ ഒരു എക്സ്പ്രസ് വേ വഴിയാണ് നമ്മൾ പോകുന്നത്. റെയിൽവേ സൗകര്യം, അതായത് ട്രെയിനുകൾ ഇപ്പോഴും എല്ലാ സമയത്തൊന്നും നമുക്ക് ഏകതാ നഗറിലോട്ട് കിട്ടില്ല. രാവിലെ കുറച്ച് ട്രെയിനുകൾ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരത്തിന് ശേഷം രാത്രിയായിട്ട് 2-3 ട്രെയിനുകൾ. ശരിക്കും നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ
വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപത്തായിട്ട് പലതും ഉണ്ട്. അവിടെ ഏകതാ മാളുണ്ട്, ജംഗിൾ സഫാരി ഉണ്ട്, ബോട്ട് റൈഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം രാത്രിയായിട്ട് നടക്കുന്ന ഒരു ലേസർ ഷോ അതുകൂടെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്നില്ലേ, അതൊക്കെ കടുകാണ് കേട്ടോ. കടുകിൻ്റെ കൃഷിയാണ്. ഇങ്ങോട്ടൊക്കെ കൃഷിസ്ഥലങ്ങൾ തന്നെയാണ്. വീടുകളൊക്കെ വളരെ വളരെ കുറവാണ്. ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ വീടുകളൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ ദുർബലമായിരിക്കും. കുറേ കൃഷിസ്ഥലങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗുജറാത്തിലെ തന്നെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് നമ്മൾ ശരിക്കും പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന പല ആളുകൾക്കും വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയ കുറേ ഹൗസിംഗ് കോളനി പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ കാണുന്നത്. കുറേയൊക്കെ അതിൻ്റെ പണി പൂർത്തിയായത് കാണാൻ പറ്റും, കുറേൻ്റെ പണി നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഗവൺമെന്റ് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീടുകളാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒറ്റ പാർട്ടായിട്ട് ഇടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന യാത്ര എല്ലാം കൂടി ആകുമ്പം ഒരു വീഡിയോ ആയിട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തായി പോകും. എനിക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് ലെങ്ത് കൂടുതലാണെന്ന്. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോകുന്നത്. അപ്പോൾ അത് മുറിക്കേണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഇതും അതുപോലെ ലെങ്ത് കൂടുകയാണെങ്കിൽ നമുക്ക് 2 പാർട്ടായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാം നമുക്ക്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് എനിക്കും തോന്നുന്നത്. കാരണം ഒറ്റ ഇരിപ്പിൽ വലിയൊരു വീഡിയോ കാണാമെന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് ഒരുപാട് ലെങ്ത് കൂടുകയാണെങ്കിൽ 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ശരിക്കും നമ്മൾ വഡോദരയിൽ നിന്ന് കയറിയത് മുതൽ ഏകതാ നഗർ എത്തുന്നവരെ ചെറിയ സ്റ്റേഷനുകൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 13 സ്റ്റേഷനുകൾ വരുന്നുണ്ട്. മെമു പോലെയുള്ള ട്രെയിനുകൾക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ സ്റ്റേഷനിലൊക്കെ നമ്മൾ നിർത്തിയാണ് പോവുക. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിന് വഡോദരയിൽ നിന്ന് നമ്മൾ കയറിയ ശേഷം ഏകതാ നഗറിൽ മാത്രമേ നിർത്തുള്ളൂ. അതായത് സ്റ്റേഷനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സിഗ്നൽ സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുമായിരിക്കും. അല്ലാതെ സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്ക് ഇനി നമ്മൾ പോയിട്ട് ഏകതാ നഗറിലാണ് ഇറങ്ങുക. ഇപ്പോൾ ഈ കണ്ട പോലെയുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകൾ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടെ സൗകര്യപ്രദമാക്കിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഏകതാ നഗർ ഇറങ്ങിയിട്ട് അവിടുന്നും ഒരു 5 കിലോമീറ്റർ നമുക്ക് ശരിക്ക് പോവാനുണ്ട് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയമായിട്ട് പോലും കാറ്റിങ്ങനെ അടിക്കുന്ന സമയത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഡിസംബർ തൊട്ട് ജനുവരി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരിക്കും ഗുജറാത്തിലൊക്കെ. അപ്പം ഇങ്ങോട്ട് വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബറാണ്. നിങ്ങൾക്ക് ഗുജറാത്തിൽ വന്നിട്ട് ഗുജറാത്തിലെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നവംബറിൽ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിസംബർ ആയില്ലേ, ഡിസംബർ തൊട്ട് അങ്ങോട്ടേക്ക് നല്ല തണുപ്പായിരിക്കും ഫീൽ ചെയ്യുക. ജനുവരിക്ക് ആകുന്ന സമയത്ത് ആ ഒരു തണുപ്പ് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തും. പിന്നെ ഹോളി വരെ ആ ഒരു തണുപ്പ് ഇങ്ങനെ കുറഞ്ഞ് പിന്നെ ചൂടുകാലമാണ്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഞാൻ പറയാം നവംബറിലാണ്. നിങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ ഈ ഏരിയകളൊക്കെ നമുക്ക് വന്നിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ രാജസ്ഥാനും ഗുജറാത്തൊന്നും അല്ല, നോർത്തിൽ എല്ലാ സ്ഥലങ്ങളും പോകാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് നവംബർ തന്നെയാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി. നവംബർ ഫെബ്രുവരി ആയിരിക്കും എല്ലാ സ്ഥലങ്ങളും. ഇപ്പം ഞാൻ മുന്നേ പോയ UPയിൽ, അതായത് നമ്മുടെ വാരണാസി പോയില്ലേ, അവിടെയും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബറാണ്. നവംബർ അല്ലെങ്കിൽ ഫെബ്രുവരി, ഈ 2 മാസങ്ങളാണ് നമുക്ക് നോർത്തിലോട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. ട്രെയിൻ ഇപ്പം ഈ ട്രാക്കിൽ നിന്ന് അടുത്തേലേക്ക് അതിനടുത്തേലേക്ക് ഒരു പാമ്പ് പോകുന്ന പോലെയാണ് പോകുന്നത്. ആ ഒരു ട്രാക്കിൽ നിന്ന് ഇതിലോട്ട് കയറി, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് അപ്പുറത്തേലോട്ട് മാറും. എന്നിട്ട് അതിൽ നിന്നും മാറുന്നുണ്ട് തോന്നുട്ടോ. അവിടെയൊക്കെ കണ്ടോ, ആ ഭാഗത്തൊക്കെ നിങ്ങൾ കാണുന്നത് കടുക് കൃഷിയാണ്. ഇവിടെ ഒരുപാട് കടുക് കൃഷി ചെയ്യുന്ന പാടങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. നമ്മളെയൊക്കെ നാട്ടിലെ നെൽപ്പാടങ്ങൾ പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ കടുക് കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ അവിടെയൊക്കെ കാണുന്നത്.
ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ വീടുകളോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല എന്ന്. ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറ്റ വീടുകൾ പോലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാണാൻ പറ്റില്ല. അത്രയും റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. അവിടെ ദൂരെയായിട്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ റോഡ് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടിപൊളിയാക്കി ഉണ്ടാക്കിയ ഒരു എക്സ്പ്രസ് ഹൈവേ ആണിത്. ഈ ഭാഗങ്ങളിലോട്ടൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പോകുന്ന ട്രാക്ക് വന്ന പോലെ തന്നെയാണ് ഈ റോഡിൻ്റെ കാര്യവും. ഇപ്പോഴും പുറത്തൊക്കെ ഫുള്ള് കോടയാണ്. നല്ല രസമാണ് ഈ ഒരു ടൈമിൽ ഇതിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നത്. നല്ല തണുപ്പും നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയും ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ സൂര്യൻ കൂടെ നമ്മൾ ആകാശത്ത് ഉദിച്ചു വരുന്ന ആ ടൈമും കൂടി ആകുമ്പം അതുകൂടി ചേർന്ന് ഈ കാഴ്ചകളുടെ കൂടെ തന്നെ കാണാൻ പറ്റുന്ന വെച്ചാൽ നല്ല ഭംഗിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പം നമുക്ക് അതുകൂടെ കാണാൻ പറ്റും. കണ്ടോ, ദൂരെയായിട്ട് അത് മറഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടിയും സൂര്യൻ്റെ വിസിബിലിറ്റി കിട്ടിയാൽ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ദൂരെയായിട്ട് നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. കുറച്ചുകൂടി ആ കോട കൊണ്ടാണ് നമുക്ക് ആ ഒരു ഭംഗി പൂർണ്ണമായിട്ട് കിട്ടാത്തത്. ആ കോട കുറച്ച് മാറി സൂര്യൻ കുറച്ചുകൂടി ഉയർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നല്ല ഭംഗിയില്ലേ? ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഒരു കോടയും സൂര്യനും അതിൻ്റെ കൂടെ ഈ ഒരു ട്രെയിൻ യാത്രയും നല്ല രസമാണ്. നമുക്കിങ്ങനെ അത് ഈ ഒരു യാത്ര നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. അത് ശരിക്കും നിങ്ങൾ യാത്ര ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഈ ഒരു കോടയുടെ ഉള്ളിൽ കൂടെ ആ സൂര്യനൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ ഒരു തണുത്ത ഒരു സമയത്ത് നല്ല രസമാണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളങ്ങനെ ഇതാ പതിയെ പതിയെ നമ്മുടെ അവസാനത്തെ സ്റ്റേഷനായിട്ടുള്ള ഏകതാ നഗറിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂര്യനെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്രീ ബസ് ഇവിടെ എല്ലാ സ്ഥലത്തോട്ടും പോകാൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ എടുത്തിട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മെല്ലെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിതാ ഇവിടെ ഏകതാ നഗർ സ്റ്റേഷനിലെത്തി. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് നമുക്ക് ബസ് കിട്ടുമോ നോക്കണം. പുറകിൽ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു ടൈമിന് തന്നെ നമ്മളിവിടെ എത്തിയത്. അപ്പം നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ അങ്ങോട്ടേക്ക് ബസ് കിട്ടും. അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് നോക്കാം, എവിടെയാണെന്ന് അറിയില്ല, നോക്കാം. നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തോട്ട് പോവാം. അവിടെ ആ ഒരു ഭാഗത്താണ് എക്സിറ്റൊക്കെ വരുന്നത്. ഇതൊക്കെ ഈ ഒരു ട്രെയിന് വന്നവരാ. കൂടുതലും അവിടെ സ്റ്റാച്ചു കാണാൻ വന്നവരായിരിക്കും, കാരണം അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അടുത്ത് എൻ്റെ മൈക്ക് അവിടെ വെച്ച് മറന്നു വരുന്നു. അപ്പം അവരെടുത്ത് തന്നു. ഇവിടെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ വരുന്നത്. എക്സിറ്റൊക്കെ ഇവിടെയാണ് എക്സിറ്റ് വരുന്നത്. അവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു ഫോട്ടോ കാണാം. ഇതാണ് ഇവിടെ ഏകതാ നഗർ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ച. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു കാണാം. അതിൻ്റെ മുകളിലായിട്ട് ഇന്ത്യൻ്റെ ഫ്ലാഗ് കാണാം. പിന്നെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഇവിടെ. അപ്പം ഈ ബസ്സുകളാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതുപോലെയുള്ള ബസ്സുകൾ കിട്ടും. അപ്പം ഞാനിതാ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. കുറേ AC ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാച്യുവിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് തന്നെ ബസ് കിടക്കുന്നുണ്ടാവും. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അതിങ്ങനെ അവർ ഷട്ടിൽ സർവീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുറത്ത് തന്നെ നമുക്ക് ഇതുപോലുള്ള ബസ്സുകൾ കാണാൻ പറ്റും. ഇങ്ങനെ പുറകിൽ കിടക്കുന്നുണ്ടോ കുറേ എണ്ണമായിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ
സ്റ്റാച്യൂവിന് അങ്ങോട്ടേക്ക് ഈ ബസ്സിലാണ് പോകുന്നത്. അവിടെയായിട്ട് നിങ്ങൾക്ക് സ്റ്റേഷൻ കാണാം. ഈ ഒരു സ്റ്റേഷൻ ഇവിടെ ഈ ഒരു സ്റ്റാച്യു വന്നതിന് ശേഷമാണ് ഗവൺമെന്റ് ഇത്ര നല്ല രീതിയിലുണ്ടാക്കി. ഇത് ശരിക്കും ഒരു ഭയങ്കര ഉള്ളോട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഇത് വലിയൊരു ടൗൺഷിപ്പ് പോലെയായിട്ട് മാറുകയൊക്കെ ചെയ്തത്. പിന്നെ ഓട്ടോസും ടാക്സിയും ഒക്കെ ഇവിടെ കിട്ടും. നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ബസ്സുകളാണ്, AC ബസ്സുകളാണ്. നല്ല ലോ ഫ്ലോർ, നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബസ്സുകളാണ് ഗവൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ബസ് ഇതാ ഇവിടുന്ന് എടുത്തു. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകള്, ശരിക്കൊരു ടൗൺഷിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലോട്ടായിട്ട് പോകേണ്ടവർക്ക് വേണ്ടി ബസ് ഇങ്ങനെ ഓരോ സ്റ്റോപ്പിൽ നിർത്തിയാ പോവാ. ശരിക്ക് ഓരോ സ്ഥലങ്ങളും തമ്മിൽ 4-5 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അത്ര വലിയൊരു സ്ഥലത്താണ് ഇത് മൊത്തം കിടക്കുന്നത്. ഇപ്പം ജംഗിൾ സഫാരി എവിടെയായിട്ട് കണ്ടു, അതുപോലെ ക്രൂയിസ് ബോട്ടിൻ്റെത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് കണ്ടു. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നമുക്ക് സ്റ്റാച്യൂവിന് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പം ഓരോന്നും നല്ല ദൂരത്തിലാണ്. ഇതുപോലത്തെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്ക് വളരെ ഉള്ളോട്ടുള്ള ഒരു ഗ്രാമത്തിനെ മൊത്തം മാറ്റി ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ ഉള്ളവർ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 2000-3000 പേർക്ക് ഈ നാട്ടുകാർക്ക് ജോലി കിട്ടി. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം അതുകൊണ്ട് ഉയർത്താൻ പറ്റി. വലിയൊരു മാറ്റമാണ് ഈ ഒരു സ്റ്റാച്യു കൊണ്ടുവന്നത്. നമ്മൾ പെട്ടെന്ന് പുറമേ നോക്കുമ്പം ഇതിനൊക്കെ എന്തിനാ പൈസ കളയാൻ തോന്നുമെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റി. കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരു കാര്യം. പിന്നെ ലോകത്തിന് മുന്നിൽ എപ്പോഴും പ്രൈഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ശരിക്കും ഇതൊക്കെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറയുന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു രാജ്യത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം തന്നെയാണ് ശരിക്കും ഇതൊക്കെ. വന്നതുമുള്ളൊരു ആഗ്രഹമായിരുന്നു പോയിട്ട് കാണണം എന്നുള്ളത്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോഴായിരിക്കും അതിന്റെ സമയമായത്. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുറെ കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതന്നെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടി നമുക്ക് ഇനി പോകാനുണ്ട്. അതാ ഇവിടെ ഈ ഒരു അത്ഭുതത്തിന്റെ മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അത്ഭുതത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണാൻ പറ്റും, അവിടെയായിട്ടാണ് സ്റ്റാച്യു വരുന്നത്. ഇതുവഴിയാണ് നമുക്ക് അകത്തോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്കിനി നേരെ അകത്തോട്ട് പോവാം. എൻ്റെ കൂടെ വന്നവരൊക്കെ കൂടെ വന്ന് മീൻസ് ബസ്സിലുണ്ടായിരുന്നവരാണേ. അവരൊക്കെ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ വഴി തന്നെ ഞാൻ തോന്നുന്നു കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടും. ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ബാഗ് അവിടെ കൊടുത്തു. അവിടുന്ന് ഒരു ടോക്കൺ തന്നിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഈ കാണുന്ന നർമ്മദ നദിയാണ്. അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നൊക്കെ എഴുതി വെച്ച് കാണാൻ പറ്റും. ഇത് അവിടെയായിട്ടാണ് സ്റ്റാച്യു വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതുവഴി പോയിട്ട് വേണം. അതുവഴി ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതണം. അത് ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ അവരങ്ങനെ തന്നെ നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ വെക്കണം. പിന്നെ ഫുൾ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വലിയ ബാഗ് പുറത്ത് വെച്ചു. ഇനി പുറത്ത് ബാഗ് വെച്ചിട്ടില്ലെങ്കിൽ അകത്തോട്ട് കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. അവരത് ഫുൾ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. ഫുൾ നമ്മുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. ഇവിടെ മുന്നേ ഈ മരങ്ങളൊന്നും ഇല്ലാത്ത ടൈമിലാണ് ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം കുറേ മാറി. ഫുൾ മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ എഴുതി വെച്ച് കാണാൻ പറ്റും. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കാണിച്ചു തരാം. അതിൻ്റെ നമ്മുടെ മലയാളത്തിൽ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും നമുക്കതിവിടെ കാണാൻ പറ്റും. അതിൽ നമ്മുടെ മലയാളമുണ്ട്. ഒരൊറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതം, വൺ ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനം തോന്നും. നമുക്ക്
ഇവിടെയായിട്ട് നമ്മുടെ സ്റ്റാച്യു ഉണ്ട്. ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ പ്രായമായവർക്ക്, അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്ക്, പിന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള വാഹനത്തിൻ്റെ സൗകര്യം ഇവിടെ കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അത്ര ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊടി പോലും നമ്മൾ കാണാത്ത പോലെ ഇവിടെ അവർ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ മുതൽ നേരത്തെ അവിടെ നിന്നേ ശ്രദ്ധിക്കുന്നുണ്ട്, അത്ര ക്ലീനാക്കി വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ അതിന് നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താ വെച്ചാൽ എന്തുണ്ടാക്കി കഴിഞ്ഞാലും വൃത്തി ഉണ്ടാവില്ല. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു പൊടി പോലും കാണാനില്ല. ഇവിടെ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്ത് വെച്ചുണ്ടോ, ഏകതാ ശില്പ്. അത്ര വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെയായിട്ട് ആ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി ഇവിടുന്ന് മെല്ലെ അങ്ങോട്ട് നടന്നു പോവാം. ഇതിലായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു പ്രതിമ കാണാൻ പറ്റും. ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ വീണ്ടും എടുത്തു പറയാണ്, ഇവിടുത്തെ വൃത്തി എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ. കാരണം നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഇവർ അത്രയും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളത് ഒരു വേൾഡ് ക്ലാസ് ലെവലിലോട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണും. നമ്മുടെ രാജ്യത്ത് തന്നെയാണോ അല്ല വേറെ സ്ഥലത്താണോ എന്ന് തോന്നുന്ന രീതിയിൽ അവർ ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതി വെച്ചിട്ട് ഒരു വാട്ടറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. ശരിക്കും ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കും തോറും നമുക്ക് ആ പ്രതിമ പൂർണ്ണമായിട്ടും ഇങ്ങനെ കാണാൻ പറ്റും. എൻ്റെ മോനെ, ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് അടുത്തോട്ട് വരുന്തോറുമാണ്. എൻ്റെ അമ്മോ, നിങ്ങൾക്കത് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം വളരെ യാദൃശ്ചികമായിട്ട് ഒരു സാറിനെ കണ്ടു. ഇതാണ് സാറ് CISF-ലാണ്. ഇപ്പം മലയാളം ഞാൻ പറയുന്നത് കേട്ടപ്പോൾ സാറ് പെട്ടെന്ന് വന്നതാണ്. സാറ് പേര് ജയചന്ദ്രൻ എന്നായിരുന്നാണ് പേര് കേട്ടോ. CISF-ലെ ഉദ്യോഗസ്ഥനാണ്. അപ്പം പുള്ളി ഞാൻ മലയാളം സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നതാ. ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ വെച്ചിട്ട് അങ്ങനെ ആൾ കാണുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു സാറ്. പുള്ളി അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതുവഴിയാന്ന് തോന്നുന്നു. ഇവിടുന്ന് നമുക്ക് സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ട് പോകാൻ ഇതുപോലെയുള്ള എസ്കലേറ്ററുകളുണ്ട്. അപ്പോൾ ഇതിൽ കയറി നിന്നാൽ നമുക്ക് അവിടം വരെ എത്താൻ പറ്റും. ശരിക്കും ഒരു വേൾഡ് ക്ലാസ്സിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ ആ സ്റ്റാച്യുവിൻ്റെ നേരെ താഴെ പോയിട്ടുള്ള കാഴ്ചകൾ, പിന്നെ ഇവിടെ തന്നെയുള്ള ഒരുപാട് കാഴ്ചകളും വേറെ കുറേ നമുക്ക് കാണാനുണ്ട്. ജംഗിൾ സഫാരി, ഒരു ബോട്ട് റൈഡ്, ഇതൊക്കെ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് പറയുക. അപ്പം മറ്റൊരു ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് തുടരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.